നമുക്ക് ക്രിസ്തുമസിനെ കുറിച്ച് ഒന്ന് രണ്ട് വാക്യം വായിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ലോകമെമ്പാടും എല്ലാവരും ക്രിസ്മസ് ആഘോഷത്തിൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണല്ലോ. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ചില ഉപരിജ്ഞാനം തിരുവെഴുത്തുകളിൽ ആധാരമാക്കി നമുക്ക് ചിന്തിക്കാം. യെശയ്യാപ്രവചനം 7-ാം അധ്യായം 14-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്കൊരു അടയാളം തരും. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവനെ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. ഇവിടെ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് യഹോവ പ്രവാചകൻ വഴി അറിയിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്ക് ഒരടയാളം തരും. യേശു എവിടെ ആരിൽ നിന്ന് ജനിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു അടയാളം. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കുന്നു. ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇവിടെ കർത്താവ് എന്ന് പറഞ്ഞ് സംബോധന ചെയ്തിരിക്കുന്നത് യഹോവയാണ്. യഹോവ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് നൽകുന്ന അടയാളം. ഒരു കന്യക വഴിയാണ് യേശു ജനിക്കുന്നതെന്ന്. അവന് ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. അവന് യഹോവ എന്നല്ല പേർ വിളിക്കേണ്ടത്, ദൈവമെന്നല്ല പേർ വിളിക്കേണ്ടത്. ആ ശിശുവിനെ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കണം. എന്ന് പറഞ്ഞാൽ ദൈവം നമ്മോടുകൂടെ എന്ന് അർത്ഥമുള്ള ഇമ്മാനുവേൽ. സാക്ഷാൽ ദൈവം നമ്മോടുകൂടെ എന്നല്ല, ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥം വരുന്ന ഇമ്മാനുവേൽ. എന്ന് പറഞ്ഞാൽ യഹോവയായ ദൈവം മനുഷ്യനോടുകൂടെ വസിക്കുവാണെങ്കിൽ ഉണ്ടാകാവുന്ന വിധത്തിലുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ഉറവിടമായിരിക്കും ഈ ദൈവത്തിൻ്റെ പുത്രൻ എന്നാണ്. അത് പിന്നീട് യേശുവിൻ്റെ പ്രവർത്തനങ്ങളിൽ കൂടെ നമുക്ക് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. ആ വാക്യത്തോടനുബന്ധിച്ച് നമുക്ക് യോഹന്നാൻ്റെ 1-ാം ലേഖനം 1ഉം 2ഉം വാക്യങ്ങൾ കൂടി ഒന്ന് പരിശോധിക്കാം. ആദി മുതലുള്ളതും ഞങ്ങൾ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതും ആയ ജീവൻ്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി ഞങ്ങൾ കണ്ടു സാക്ഷീകരിക്കുകയും പിതാവിനോട് കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ ജീവനെ നിങ്ങളോട് അറിയിക്കുകയും ചെയ്യുന്നു. ഇവിടെ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു വിവരണമാണ്. പിതാവായ ദൈവത്തെക്കുറിച്ച് ഉള്ള വിവരണമല്ല. ആദി മുതലുള്ളത് എന്ന് പറഞ്ഞാൽ പിതാവായ ദൈവത്തിൻ്റെ അടുക്കൽ ആദി മുതലേ ഉള്ളവൻ. ഞങ്ങൾ കേട്ടത് അപ്പോസ്തലന്മാർ കേട്ടതാണ്. ആര് വഴിയാണ് കേട്ടത്? പ്രവാചകന്മാർ വഴി കേട്ടു, യോഹന്നാൻ സ്നാപകനിൽ കൂടെ കേട്ടു. ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണ് കണ്ടതും. അപ്പോസ്തലന്മാർ ഒരുപാട് പേര് യേശുക്രിസ്തു വന്ന് ഭൂമിയിൽ വന്നപ്പോൾ കണ്ടതാണ്. ഞങ്ങൾ നോക്കിയതും, അവർ കാണുകയും നോക്കിയതെയും അവർ വിശ്വസിക്കുകയും ചെയ്തു. ഞങ്ങളുടെ കൈ തൊട്ടവനും ആയ ജീവൻ്റെ വചനം. യേശുവിനെ അന്ന് സ്പർശിക്കാത്ത ശിഷ്യന്മാരാരും കാണുകയില്ല. ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവൻ്റെ വചനം. യേശുക്രിസ്തുവിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ജീവൻ്റെ വചനമെന്ന. പിതാവായ ദൈവം എന്നല്ല, യേശുക്രിസ്തു ജീവൻ്റെ വചനമാണ്. കാരണം എന്താ? ലോകത്തിലേക്ക് വരുന്ന ഏത് മനുഷ്യനെയും
പ്രകാശിപ്പിക്കുന്ന ജീവന്റെ വെളിച്ചമാണ് യേശുക്രിസ്തു എന്നാണ്. അതുകൊണ്ടാണ് ജീവന്റെ വചനം എന്ന് പറഞ്ഞിരിക്കുന്നത്. ലോകത്തിൽ അനേക ഗുരുക്കന്മാരും പണ്ഡിതന്മാരും ശ്രേഷ്ഠന്മാരും വന്നിരുന്നെങ്കിലും ജീവൻ പ്രദാനം ചെയ്യുവാൻ അധികാരമുള്ള ഒരുത്തിനെയും ഈ പ്രപഞ്ചത്തിൻ്റെ കീഴിൽ നമുക്ക് കാണുവാൻ കഴിഞ്ഞിട്ടില്ല. അത് യേശുക്രിസ്തുവിന് മാത്രമാണ് മറ്റൊരാൾക്ക് ജീവൻ കൊടുക്കുവാൻ അധികാരമുള്ളൂ എന്നാണ്. കർത്താവ് തന്നെ പറയുന്നുണ്ട്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് കർത്താവ് പറയുന്നു. നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മറ്റൊരാൾ നൽകിയെന്നാണ്. അത് നൽകിയത് പിതാവായ ദൈവമാണ്. അപ്പോൾ ജീവന്റെ വചനമാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ആദ്യം മുതൽ ആദാമിൻ്റെ കാലം മുതൽ മനുഷ്യന് നൽകിയിരിക്കുന്ന ജീവൻ അത് വെറും പരിമിതമാണ്. ആ പരിമിതമായ ജീവൻ നിത്യജീവനിലേക്ക് കലാശിക്കുവാൻ തക്ക വേണ്ട വിധത്തിലുള്ള പ്രവൃത്തി ഒരു ദിവ്യ ബലി ആയിത്തീരുവാനാണ് യേശുക്രിസ്തു വന്നിരിക്കുന്നത്. ആ ക്രിസ്തുവേശുള്ള ബലിയുടെ ആ ബലിമരണത്തിലുള്ള വിശ്വാസത്താൽ ആഗീരണം ചെയ്യപ്പെടുന്നവർക്ക് നിത്യജീവനായി പരിണമിക്കുമെന്നാണ്. അതുകൊണ്ട് ജീവന്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി ഞങ്ങൾ കണ്ട് സാക്ഷീകരിക്കുകയും, എങ്ങനെയാണ് യേശുക്രിസ്തുവിൽ ജീവനുണ്ടെന്ന് പ്രത്യക്ഷമായത് എന്ന് നമുക്ക് കണക്കാം. പല കാര്യങ്ങളുണ്ട്. യേശുക്രിസ്തു തൻ്റെ സ്നേഹിതനായിരുന്ന ലാസറിനെ കല്ലറയിൽ നിന്ന് വിളിച്ചു വരുത്തിയപ്പോൾ അന്നത്തെ യഹൂദന്മാർക്കും ശിഷ്യന്മാർക്കും മനസ്സിലായി ഈ യേശുക്രിസ്തുവിന് ജീവൻ കൊടുക്കുവാനുള്ള കഴിവുണ്ടെന്ന് മനസ്സിലാക്കി. അത് ജീവന്റെ വചനം. പിന്നെ യേശുക്രിസ്തു മരിച്ചു പുനരുത്ഥാനം ചെയ്തതിന് ശേഷം താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. അങ്ങനെ ജീവന്റെ വചനം പ്രത്യക്ഷമായി. ഇതിൽ പരം എന്താണ് തെളിവ് വേണ്ടത്? ലോകത്തിൽ പല യുക്തിവാദികളും നിരീശ്വരവാദികളും പല ഇസങ്ങളും ഇന്നും നിലകൊള്ളുന്നുണ്ടെങ്കിലും ഇത്രയും ആധികാരികമായി മനുഷ്യന് വേണ്ടി ആവശ്യമുള്ളതും നൽകുവാനും കൊടുക്കുവാനും കഴിവുള്ളവനായി ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെ പോലെ ഈ സൂര്യന് കീഴെ ആരും വന്നിട്ടില്ലെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ജീവൻ പ്രത്യക്ഷമായി ഞങ്ങൾ കണ്ട് സാക്ഷീകരിക്കുകയും അവിടെ 120 പേര് കൂടിയിരുന്ന സംഘത്തിൽ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അവൻ്റെ മരണം, പുനരുത്ഥാനം, സ്വർഗാരോഹണം എന്നിത്യാദി വിഷയങ്ങളെക്കുറിച്ച് സാക്ഷീകരിക്കുകയും പിതാവിനോട് കൂടെയിരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ, പിതാവിനോട് കൂടെയിരുന്നു എന്ന് പറഞ്ഞാൽ എപ്പോഴാണ്? യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്തു. പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തേക്ക് അവൻ സ്വർഗാരോഹണം ചെയ്തു. അങ്ങനെ പിതാവിനോട് കൂടെയിരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ കണ്ട. ഈ പ്രയോഗമാണ് നിത്യജീവൻ എന്നുള്ള പ്രയോഗം ഇവിടെ വന്നു കഴിഞ്ഞു. ആദ്യം നമ്മുടെ ജീവനെക്കുറിച്ച് പറഞ്ഞു, പിന്നീട് പറയുന്നത് നിത്യജീവനെ സംബന്ധിച്ചാണ്. മനുഷ്യൻ്റെ ജന്മതലത്തിൽ 2 ജീവനാണുള്ളത്. ഒന്ന് നമുക്ക് ആദാമിൽ കൂടെ ഇന്ന് ലഭിച്ചിരിക്കുന്ന ജീവൻ, അത് നിത്യജീവനല്ല. യേശുക്രിസ്തുവിൻ്റെ ബലിമരണത്തിലുള്ള വിശ്വാസത്തിൽ നിലനിൽക്കുന്നവർക്ക് പിതാവായ ദൈവം യേശുക്രിസ്തുവിൽ കൂടി നൽകുന്നത് നിത്യജീവനാണ് എന്നുള്ളതാണ്. ആ നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുകയും ചെയ്യുന്നു. ഇതാണ് യഥാർത്ഥത്തിലുള്ള ക്രിസ്മസ് സന്ദേശത്തിൻ്റെ ഉള്ളടക്കം. ഈ ഉള്ളടക്കം ഉൾക്കൊള്ളാതെ
ബാഹ്യമായ ചേഷ്ടകളും പ്രവർത്തനങ്ങളും കൊണ്ട് നാം ഒരിക്കലും മാനസികമായിട്ട് ക്രിസ്മസ് ആഘോഷിക്കാൻ നമുക്ക് സാധ്യമല്ല. അതിനാൽ അത് മുഖാന്തരമുള്ള സന്തോഷവും കൈവരിക്കുവാൻ നമുക്ക് സാധ്യമല്ല. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? യേശു ദൈവപുത്രനാണെന്നുള്ള വിശ്വാസത്തിൽ ക്രിസ്തുവിനെ പിൻപറ്റുകയും തമ്മിൽ സ്നേഹിക്കുകയും അങ്ങനെ ഓരോരുത്തരും ദൈവത്തിന് പ്രസാദമുള്ളവരായി ജീവിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ക്രിസ്മസ് നമ്മുടെ ജീവിതത്തിൽ സന്തോഷപൂർണ്ണമായി തീരുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്.